പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ പകൽക്കാലത്തിൻ്റെ നല്ല പ്രഭാതയാമത്തിനായ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ ദൈവത്തിൻ്റെ ജനം ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന, സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്ന, ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുന്ന ഒരു പൊൻ പ്രഭാതമാണിന്ന്. ആ ദൈവത്തെ സ്തുതിപ്പാൻ എനിക്കും ദൈവം തന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി: ദൂരവെയല്ല മാരേണം എന്നാർക്കറിയാം ലേശം ഇല്ലാ സമയങ്ങൾ. ദൂരവെയല്ല മാരേണം എന്നാർക്കറിയാം ലേശം ഇല്ലാ സമയങ്ങൾ. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും തീരെ സാധുക്കളുമി ലോകം വെടിഞ്ഞു പോകും. തീരെ സാധുക്കളുമി ലോകം വെടിഞ്ഞു പോകും. എപ്പോഴാണെൻ്റെ സോദരാ മൃത്യു വരും നാദോർക്കായിൽ എന്തു കഷ്ടമേ. കട്ടിൽ കിടക്കയിൽ വച്ചോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ. കട്ടിൽ കിടക്കയിൽ വച്ചോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ. കാട്ടിൻ മാലകളിലോ റോഡിൻ തെരുക്കളിലോ, കാട്ടിൻ മാലകളിലോ റോഡിൻ തെരുക്കളിലോ കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴോ. കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴോ. എപ്പോഴാണെൻ്റെ സോദരാ മൃത്യു വരുന്ന ദുർഗായിലെന്തു കഷ്ടമേ. എപ്പോഴാണെൻ്റെ സോദരാ മൃത്യു വരുന്ന ദുർഗായിലെന്തു കഷ്ടമേ. വെള്ളത്തിൻ യാത്രയിൽ വച്ചു ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ. വെള്ളത്തിൻ യാത്രയിൽ വച്ചു ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ. കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ. കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ. കള്ളക്കേസിനു പോയി കച്ചേരി തിണ്ണയിലോ. കള്ളക്കേസിനു പോയി കച്ചേരി തിണ്ണയിലോ. എപ്പോഴാണെൻ്റെ സോദരാ മൃത്യു വരുന്ന ദുർഗായിലെന്തു കഷ്ടമേ. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ദൈവവചനം പറയുന്നു 7-10 ഏറെയായാൽ 80. ഹല്ലേലൂയ. ഇന്ന് 10 വയസ്സ്, 15 വയസ്സ്, 6 വയസ്സ് ഒക്കെ ഉള്ളവർ പെട്ടെന്ന് ആമേൻ ഏത് നിമിഷമെന്ന് പറയാനൊക്കത്തില്ല. ഓരോരുത്തരുടെയും ആയുസ് ഹല്ലേലൂയ ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത സമയമാണ്. ആമേൻ ആപത്ത്, പെട്ടെന്നുണ്ടാകുന്ന ആപത്ത്, ആമേൻ അനർത്ഥം, ഒരു ആമേൻ ചിന്തയില്ലാതെ പെട്ടെന്ന് ഹല്ലേലൂയ ആപത്തുകളും അനർത്ഥങ്ങളും വന്ന് അതിലുപരി ഹല്ലേലൂയ ദൈവത്തെ വിശ്വാസമില്ലാതെ, ദൈവ സ്നേഹമില്ലാതെ, ദൈവത്തിൻ്റെ കരുണയില്ലാത്ത എത്രയോ ജീവിതങ്ങൾ പെട്ടെന്ന് അവരുടെ ആത്മാവ് അവർ തന്നെ ഹേമിക്കുമ്പോൾ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ആമേൻ ആറന്മുളയുടെ പ്രദേശത്തൊരു നല്ല സുന്ദരിയായൊരു കൊച്ച് ഹല്ലേലൂയ ലൈവിൽ എല്ലാവരും കണ്ടു കാണും. അത് ആറ്റിൽ ചാടി മരിച്ചു. അങ്ങനെ എത്ര ജീവിതങ്ങൾ ഒരു സമാധാനമില്ലാതെ അവൻ ജീവിക്കുന്നു. എത്രയോ ജീവിതങ്ങൾ സമാധാനമില്ലാതെ ജീവിക്കുന്നു. പ്രിയപ്പെട്ട സ്നേഹിതരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു. ആമേൻ സമാധാനത്തിൻ്റെ സുവിശേഷം, മത്തായി സുവിശേഷം ഹല്ലേലൂയ ഏറ്റവും അവസാന ആമേൻ അധ്യായത്തിൽ ഹല്ലേലൂയ ഇങ്ങനെ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ നമുക്ക് നോക്കാം അതെന്താണ് വിളിച്ചു പറയുന്നതെന്ന്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ തിരുവചനം വിളിച്ചു പറയുന്നത്. ആമേൻ നിങ്ങളാരും നഷ്ടപ്പെട്ടു പോകരുത്, നിങ്ങളാരും നശിച്ചു പോകരുതെന്ന് ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ വ്യക്തമായി വിളിച്ചു പറയുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരോട് ഹല്ലേലൂയ ആമേൻ മരിച്ചു, അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് അതിനുശേഷം 40 പകലും രാത്രിയിൽ കൂടുതലും തൻ്റെ ശിഷ്യന്മാരോട് ആമേൻ ഒക്കെ ചേർന്ന് ആമേൻ തമ്പുരാൻ ഈ ലോകത്തിൽ സഞ്ചരിച്ചിട്ട് ലാസ്റ്റ് അദ്ദേഹം ഹല്ലേലൂയ ആമേൻ ഈ ഹാലിൽ സ്വർഗത്തേക്ക് എടുക്കുന്നതിന് പിന്നെ തൻ്റെ
ശിഷ്യന്മാരോട് ആമൻ കൽപ്പിച്ച ഒരു കൽപ്പനയുണ്ട്. അത് നിങ്ങളോട് പറഞ്ഞില്ല എങ്കിൽ ആമൻ ഈ ദൈവത്തെ അറിഞ്ഞിട്ട് ഒരു ഫലവുമില്ല. ദൈവത്തെ അറിഞ്ഞ ദൈവജനം ആമേൻ ഈ സത്യസുവിശേഷം വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ ആമേൻ ദൈവജനം പറയുന്നു ആമേൻ കർത്താവിനെക്കുറിച്ച് പറഞ്ഞില്ല എങ്കിൽ നിനക്ക് അയ്യോ കഷ്ടമെന്ന്. ആ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കാനും അതിലുപരി ഞാൻ അനുഭവിക്കുന്ന ഈ ദൈവിക സന്തോഷത്തിലേക്ക് അനുഭവിക്കാനും ആമേൻ നിങ്ങളെയും ആമേൻ ദൈവസ്നേഹത്തിൽ പറഞ്ഞുകൊണ്ട് ആ കർത്താവ് എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. മത്തായി സുവിശേഷം ഹല്ലേലൂയ, സുവിശേഷം ഹല്ലേലൂയ ആമേൻ 28-ാം അധ്യായത്തിൻ്റെ 16 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. ഹല്ലേലൂയ. ദൈവം ആമേൻ വിളിച്ചിട്ട് അവർ കർത്താവിൻ്റെ ഹല്ലേലൂയ ആമേൻ സ്വർഗ്ഗാരോഹണം കാണാൻ ഹല്ലേലൂയ എൻ്റെ തമ്പുരാൻ വിളിച്ചിട്ട് അവർ മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു, ചിലരോ സംശയിച്ചു. എന്നാൽ ആമേൻ അപ്പോഴും തൻ്റെ ശിഷ്യന്മാർ പോലും പലരും സംശയിക്കുന്ന ആമേൻ സമയമാണ്. യേശു അടുത്തിയെന്ന് ആമേൻ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട് എന്നരുളി ചെയ്തു. അതാണ് പ്രിയപ്പെട്ടവരെ ആമേൻ ഈ സുവിശേഷം വിളിച്ച് പറഞ്ഞുകൊണ്ട് ഒരു ലജ്ജയില്ലാതെ ഒരു നാണമില്ലാതെ ആമേൻ നിന്ദകളും പരിഹാസങ്ങളും ഏറ്റുകൊണ്ട് യേശുവിനെ അറിയുന്ന ദൈവഭക്തൻ, ദൈവമക്കൾ, ദൈവമേ സഹോദരിമാർ, സഹോദരങ്ങൾ ആമേൻ അവരെ എത്രയൊക്കെ പാടുകൾ പെട്ടാലും എത്രയൊക്കെ നിന്ദ നിങ്ങൾ നിന്ദിച്ചാലും പഴിച്ചാലും വിളിച്ചു പറയുന്നത് ഈ സുവിശേഷം വിളിച്ചു പറയുന്നത് കർത്താവ് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ പാടിയതുപോലെ എപ്പോഴാണെന്നറിയത്തില്ല നിൻ്റെ മരണം. ആമേൻ ഇന്ന് കാലിൽ ഈ പ്രഭാതം കണ്ട നീ ആമേൻ നല്ല വിശുദ്ധമായി എനിക്ക് ഞാനെന്ന് പറയുന്നു. അല്ലെങ്കിൽ പല ആഘോഷങ്ങളും നടക്കുന്ന സമയമാണ്. ഈ വർഷം ആഘോഷിച്ച് നിനക്ക് അടുത്ത വർഷം കാണാൻ പറ്റുമോ എന്ന് അല്ലെങ്കിൽ എന്നോട് തന്നെ ഞാൻ ചോദിക്കുന്ന പലപ്പോഴും ഞാൻ ചോദിക്കുന്ന സമയമാണ്. ദൈവമേ ഒരു നിമിഷം തന്നതിന് നന്ദി. ആമേൻ ഓരോരുത്തർക്കും നന്ദി പറയുമ്പോൾ തന്നെ ഹല്ലേലൂയ ദൈവത്തോട് നന്ദി തന്നെ പറയണം. ഹല്ലേലൂയ മറ്റുള്ളവരോട് അല്ല നന്ദി പറയണം, ദൈവത്തോടാണ്. ആ ദൈവം ആയുസ് തന്ന ആരോഗ്യം തന്ന് നമ്മളെ നടത്തുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന കർത്താവിനെ അറിയുവാൻ സ്നേഹത്തോടെ യേശു ലോകരക്ഷകൻ, യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ആ ദൈവത്തെ എതിരേൽപ്പാൻ ആമേൻ കർത്താവിൻ്റെ വരവസനമായിരിക്കുന്നു. ഒരുങ്ങിക്കൊള്ളുക, കർത്താവ് വരാറായി. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുന്നേ ഏകരക്ഷകനും ഏകകർത്താവുമായ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവമുള്ളവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ എല്ലാവരെയും ഇടയാക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. ഹല്ലേലൂയ. സ്തോത്രം.